ഫുട്ബോൾ താരം മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുൻ സർക്കാരിന് ഈ തട്ടിപ്പിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. കായിക വകുപ്പ് നൽകിയ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിനു ശേഷം നടപടി സ്വീകരിക്കും. കൂടാതെ സ്പോൺസറെ തീരുമാനിച്ചത് ചട്ടവിരുദ്ധമായിട്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും വിഷയത്തിൽ അന്വേഷണം നടത്തിയേക്കും. അർജന്റീന ടീമിനെയും ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുമെന്നതിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിന് പിന്നിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്ത് നടന്ന സംഭവത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് അക്കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. രണ്ട്, ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടല്ലേ 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. റിപ്പോർട്ടർ ടിവിയെയും ഉടമകളെയും സ്പോൺസറായി തിരഞ്ഞെടുത്ത നടപടിയിലും വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാമ്പത്തിക ഇടപാടിൽ GST വെട്ടിപ്പ് നടന്നു. യാതൊരുവിധ നടപടികളും പാലിക്കാതെയാണ് നീക്കങ്ങൾ നടന്നതെന്നും കായിക വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിനെ ഒഴിഞ്ഞുമാറാൻ കാരണം സർക്കാർ ഇതിന്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെന്റ്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെന്റും യഥാർത്ഥത്തിൽ ഇതിന്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? കായിക വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണനയിലാണെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷം പഴുതടച്ച അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകാനാണ് നീക്കം. കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകുവാനുള്ള ധാരണയിലേക്ക് സർക്കാർ എത്തി നിൽക്കുന്നത്. ജനം, തിരുവനന്തപുരം.